നീ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? അത് ഇങ്ങോട്ട് വരാൻ ചേച്ചിയോട് പറഞ്ഞു. സാർ എന്ത് പറയുന്നു? ആദ്യമായിട്ടാണ് ശമ്പളം കൃത്യസമയത്ത് കൊടുക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാവുന്നത്. തൊഴിലാളികളിൽ പലർക്കും അതിനുള്ള റീസൺ അറിയാം. നിങ്ങളുടെ കുടുംബ പ്രശ്നങ്ങൾ ഇതിലേക്ക് കൊണ്ടുവന്നാൽ ഞങ്ങൾ എന്ത് ചെയ്യും സാറേ? അരി മേടിക്കണ്ടേ? 2 മാസമായി കടം വാങ്ങിയ വീട് നോക്കുന്നത്. ഇങ്ങനൊരു പ്രശ്നം മുമ്പൊരിക്കലും ഉണ്ടായിട്ടില്ലല്ലോ ചേട്ടാ. ചേട്ടൻ എത്രയോ വർഷമായി ഈ കമ്പനിയിൽ ജോലി ചെയ്യുന്നതാ. ഇപ്പൊ ഞങ്ങളുടെ കുടുംബത്തിൽ മുത്തശ്ശിയുടെ മരണം ഉൾപ്പെടെ കുറെ സങ്കടകരമായ കാര്യങ്ങളുണ്ടായി. പല പ്രൊജക്ടുകളും നിർത്തിവെച്ചതും അതുകൊണ്ടാ. ഇനി എല്ലാം നേരെയാവും. അതുവരെ നിങ്ങളൊന്ന് ക്ഷമിക്ക. കുട്ടി ആരാ? ഞാൻ അദ്ദേഹത്തിന്റെ ഭാര്യയുടെ അനിയത്തിയ. കുട്ടിക്ക് 4 നേരം ഭക്ഷണം കിട്ടുന്നുണ്ടല്ലോ, എല്ലാ സുഖ സൗകര്യങ്ങളും ഉണ്ട്. എന്നാൽ ഇവിടുത്തെ തൊഴിലാളികളും അവരുടെ കുടുംബവും പട്ടിണിയില്ല. ഇനി എന്തു പറഞ്ഞ് ഇവർ കാത്തിരിക്കണം? പട്ടിണി മരണവും പ്രതീക്ഷിച്ചോ? തൽക്കാല ആശ്വാസം എന്ന നിലയ്ക്ക് കുറച്ച് പൈസ അനുവദിച്ചു കൊടുത്തൂടെ? അങ്ങനെ ചെയ്യാം. പറ്റില്ല സാറേ. നിങ്ങൾ തരുന്ന ദുരിതാശ്വാസം കൈപ്പറ്റേണ്ട ഗതികേടൊന്നും തൊഴിലാളികൾക്കില്ല. അവരുടെ ചോര വിയർപ്പാക്കിയതിന്റെ പ്രതിഫലമാ വേണ്ടത്. അത് തീർത്ത് കിട്ടാതെ തൊഴിലാളികൾ പിന്മാറുന്ന പ്രശ്നമേ ഇല്ല. ഫണ്ടിന്റെ ചില തടസ്സങ്ങളുണ്ട്. അല്ലാതെ പണം ബാങ്കിലിട്ട് തൊഴിലാളികൾക്ക് തരാത്തതല്ല. ഈ കമ്പനി ഏത് നിമിഷവും പൂട്ടിപ്പോകുമെന്ന് തൊഴിലാളികൾക്കറിയാം സാറേ. നിങ്ങൾക്ക് കഴിയില്ലെങ്കിൽ നടത്തിക്കാൻ ശേഷിയുള്ള ആർക്കെങ്കിലും കൈമാറ് സാറേ. അത് പറയാൻ നിങ്ങൾ ആരാ? നിങ്ങൾ ഈ കമ്പനി നടത്തിക്കാനാണോ അതോ പൂട്ടിക്കാനാണോ വന്നേ? സൂക്ഷിച്ച് സംസാരിക്കണം. അനിയത്തിയും ചേട്ടത്തിയൊക്കെ അങ്ങ് വീട്ടില്. പറയാനുള്ളത് എവിടെയായാലും പറയും. ഒരു കുടുംബം പോലെ കഴിഞ്ഞവരല്ലേ തൊഴിലാളികളും മാനേജ്മെന്റും. ഒരാപത്ത് വരുമ്പോ കൈവിടുകയാണോ വേണ്ടത്? കുടിശ്ശിക 1 രൂപ പോലും ഇല്ലാതെ മുഴുവനും തീർത്തു തരും. 1 മാസത്തെ സാവകാശം തന്നാ മതി. അതിന്റെ സമയമൊക്കെ കഴിഞ്ഞു കൂട്ടി. പൂട്ടാൻ പോകുന്ന കമ്പനിക്ക് വേണ്ടി കൂലിയില്ലാതെ പണിയെടുക്കാൻ വയ്യ. അമ്മോ, ഇനിയൊന്നും പറയണ്ട. തൊഴിലാളി സുഹൃത്തുക്കളെ, നമ്മൾ അനിശ്ചിതകാല പണിമുടക്ക് ആരംഭിക്കുകയാണ്. തൊഴിലാളി സമരം സിന്ദാബാദ്! തൊഴിലാളി സമരം സിന്ദാബാദ്! സ്തംഭിപ്പിക്കും, 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 സ്തംഭിപ്പിക്കും. കമ്പനി ഞങ്ങൾ സ്തംഭിപ്പിക്കും, കമ്പനി ഞങ്ങൾ സ്തംഭിപ്പിക്കും. സമരം ചെയ്യും, സമരം ചെയ്യും, സമരം ചെയ്യും, സമരം ചെയ്യും. മാനേജ്മെന്റ് നീതി പാലിക്കുക, മാനേജ്മെന്റ് നീതി പാലിക്കുക. അവകാശങ്ങൾ നേടിയെടുക്കാൻ, അവകാശങ്ങൾ നേടിയെടുക്കാൻ സമരം ചെയ്യും, സമരം ചെയ്യും, സമരം ചെയ്യും, സമരം ചെയ്യും. അനിശ്ചിതകാല സമരം സിന്ദാബാദ്! അനിശ്ചിതകാല സമരം സിന്ദാബാദ്! വാ, ബാക്കി പുറത്തിറങ്ങി വിളിക്കാം. വാ. സ്തംഭിപ്പിക്കും, സ്തംഭിപ്പിക്കും. മാനേജ്മെന്റ് നീതി പാലിക്കുക, മാനേജ്മെന്റ് നീതി പാലിക്കുക. സ്തംഭിപ്പിക്കും, 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 സ്തംഭിപ്പിക്കും. നീ വീട്ടിലേക്ക് ചെല്ല. നിങ്ങളെ കൂട്ടാതെ ഞാൻ പോവില്ല. അമ്മ പ്ലീസ്, പറയുന്ന കേക്ക്. ഇനി എന്തിനാ ഇവിടെ ഇരിക്കുന്നേ? ഞാൻ വരുമ്പോ 100 കണക്കിന് ആളുകളാ കൊടിയും പിടിച്ച് ഗേറ്റിന് മുന്നിൽ ഇരിക്കുന്നേ. കമ്പനി പൂട്ടാതെ ഇനിയൊരു വഴിയില്ല. മുത്തശ്ശൻ പടുത്തുയർത്തിയ കസേരയിലിരുന്ന് കമ്പനി അടച്ചുപൂട്ടാൻ എന്റെ വിധി. ഞാൻ തോറ്റുപോയി. ഈ കമ്പനി പൂട്ടിപ്പോവില്ല. നിങ്ങള് ധൈര്യമായിട്ട് ഈ പ്രശ്നം നേരിടണം. പൂട്ടിപ്പോവാനുള്ളതല്ല മംഗലശ്ശേരി ബിസിനസ് ഗ്രൂപ്പ്. എന്റെ കൂടെ വന്നേ. വാ. വാച്ച
കേട്ടിടത്തോളം ഇതൊരു വലിയ പ്രശ്നമാണല്ലോ. ഇനിയിപ്പോ നമ്മൾ എന്ത് ചെയ്യാനാ? ഇനിയിപ്പോ എന്ത് ചെയ്യാനാ സഞ്ജു തീരുമാനിച്ചിരിക്കുന്നത്? അറിയില്ല മുത്തശ്ശ, മൊത്തത്തിൽ പ്രശ്നങ്ങളാ. അങ്ങനെ പറഞ്ഞിരുന്നാ പറ്റില്ല. ഇതിന് എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാക്കണം. അതാ ഇപ്പൊ ആലോചിക്കേണ്ടത്. ലച്ചു പറഞ്ഞത് ശരിയാ. ഉടൻ എന്തെങ്കിലും ചെയ്തേ പറ്റൂ. അല്ലാതെ കമ്പനി ഇങ്ങനെ അടച്ചിട്ടിരുന്നാ പറ്റില്ല. ഞാൻ ആ യൂണിയൻ നേതാവിനോട് പരമാവധി സംസാരിച്ച് നോക്കി. അയാൾ ഒതുങ്ങുന്ന ലക്ഷണമില്ല. കമ്പനി എങ്ങനെയായാലും ഇനിയും വൈകാതെ തുറന്നില്ലേ പറ്റൂ. ലച്ചു പറഞ്ഞതുപോലെ എല്ലാത്തിനും ഒരു പരിഹാരം ഉണ്ടാക്കണം. ആ യൂണിയൻ നേതാവിനെ ഒന്നുകൂടി പോയി കാണണം. അവർക്കും കൂടി ആവശ്യമുള്ളതല്ലേ കമ്പനി. ന്യായമായ ആവശ്യങ്ങൾ അംഗീകരിച്ചു കൊടുക്കണം. അപ്പൊ അവര് ജോലിക്ക് വരാൻ തയ്യാറാവും. സംസാരിച്ചിടത്തോളം എനിക്കങ്ങനെ തോന്നില്ല. അത്രയ്ക്ക് പിടിവാശിയിൽ അവർ നിൽക്കുന്ന. എങ്കിലും ഒന്നുറപ്പാ, ഇതിന് പിന്നിൽ വേറെ ആരോ ഉണ്ട്. പക്ഷെ അതെങ്ങനെയാ? അങ്ങനെ ഒരാളുണ്ടെങ്കിൽ തന്നെ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കാനാ? എനിക്ക് ചില സംശയങ്ങളൊക്കെ ഉണ്ട്. അത് ശരിയാവാനേ വഴിയുള്ളൂ. അല്ല, എന്ത് സംശയങ്ങളാ മോളെ? ആരെയാ നിനക്ക് സംശയം? പറ. പറയാം, ഇപ്പോഴല്ല. ആദ്യന്റെ സംശയം ശരിയാണോന്ന് എനിക്കറിയണം. ഞങ്ങൾക്കൊന്നും മനസ്സിലാവുന്നില്ല. നീ എന്താന്ന് കാര്യം തെളിച്ചു പറ. എല്ലാവരും കുറച്ചു നേരം ഒന്ന് ക്ഷമിക്ക്. ഞാൻ ഒരിടം വരെ പോയിട്ട് വരട്ടെ. എവിടേക്ക് ലച്ചു പോകുന്നേ? ഞാൻ ഒറ്റയ്ക്ക് മതി. എന്റെ സംശയം ശരിയാണോന്ന് ഒന്നറിയണം. അത് ലച്ചു ഒറ്റയ്ക്ക്? പേടിക്കണ്ട, വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. ഞാൻ ഇപ്പൊ തന്നെ തിരിച്ചെത്താം. നമ്മളാൽ പരിഹരിക്കേണ്ട കാര്യങ്ങൾ അപ്പപ്പ പരിഹരിച്ചില്ലെങ്കിൽ നഷ്ടപ്പെടാൻ പോകുന്നത് വലിയൊരു ബിസിനസ്സാ. ആ കമ്പനിയും ബിസിനസ്സും നഷ്ടമായ പിന്നെ ഈ കുടുംബത്തിന്റെ അവസ്ഥ എന്താവും? അത് ഓർക്കുമ്പോ ഇതിന്റെ പിന്നിൽ ആരാന്ന് കണ്ടുപിടിക്കാൻ ഞാൻ കുറച്ച് റിസ്ക് എടുത്താൽ പോലും പ്രശ്നമൊന്നുമില്ല. മോളെ, ഈ കുടുംബം രക്ഷിക്കാൻ വേണ്ടി എന്റെ മോള് വീണ്ടും ആപത്തിലേക്ക് എടുത്ത് ചാടരുത്. ഇല്ലമ്മേ, ഇനി എനിക്ക് അബദ്ധങ്ങളൊന്നും വരില്ല. ഞാൻ സൂക്ഷിച്ചോളാം. അമ്മ പേടിക്കണ്ട. അമ്മു, ഞാൻ ഉടൻ തിരിച്ചെത്തിയേക്കാം. അത് ലച്ചു, എന്നാ ഗോവിന്ദ് കൂടി ഒപ്പം വരും. വേണ്ടമ്മേ, ഇന്ന് ഞാൻ ഒറ്റയ്ക്ക് മതി. എനിക്ക് വിശ്വാസമുണ്ട്. ഈ കുടുംബം രക്ഷിക്കാൻ വേണ്ടി ജീവിതം എങ്ങനെ ഹോമിക്കുക? പാവം കുട്ടി. ദിനകരൻ വിചാരിച്ചാൽ നടക്കാത്തതായി എന്താ ഉള്ളത്? നിങ്ങളെ കൊണ്ടത് സാധിക്കുമെന്ന് എനിക്ക് അറിയായിരുന്നു. വരും ദിവസങ്ങളിൽ സമരം കുറച്ചുകൂടി കൊഴുക്കില്ലേ? അതെ, കൊഴുക്കും. തൊഴിലാളികളെ ഇറക്കിവിട്ടതോടെ ഇനി സഞ്ജുവിന് നിൽക്കക്കളി ഇല്ലാണ്ടാവും. തൊഴിലാളികളെല്ലാവരും ഞങ്ങളുടെ കൂടെ നിൽക്കുമെന്ന മംഗലശ്ശേരിക്കാരുടെ ആ ധാരണ അങ്ങ് പൊളിഞ്ഞു. അതെ അതെ, മാഡം പറയുന്നത് ശരിയാ. നിങ്ങൾ പറഞ്ഞ ആ പെൺകുട്ടിയുണ്ടല്ലോ, ആ അമ്മു, സഞ്ജു ആദ്യം താലി കെട്ടിയ പെണ്ണാവള്. തൊഴിലാളികളുടെ കാല് പിടിച്ചാൽ അവൾ മംഗലശ്ശേരിക്കാർക്ക് വേണ്ടി പട്ടിണി കിടക്കുമെന്ന അവളുടെ ധാരണയും തെറ്റി.
അതെ അതെ. ദൈവമേ, ഇത് ആ യൂണിയൻ നേതാവല്ലേ? ആ ദിനഗ്ര, ഒരു മിനിറ്റ്. ഓ ശരി. മല്ലികേ, എന്തോ ഒന്നിങ്ങ് വന്നേ. ആ എന്താ മാഡം? നീ അതിങ്ങ് എടുത്തിട്ട് വാ. ആ മംഗലശ്ശേരിക്കാരെ പല വഴി പൂട്ടാനുള്ളതൊക്കെ ഞാൻ ചെയ്തു കഴിഞ്ഞു. കമ്പനി പൊളിഞ്ഞ വിവരം ഹെഡ് ഓഫീസുകളിൽ വിളിച്ച് ബാങ്കുകളെ അറിയിച്ചിട്ടുണ്ട്. അവർക്കത് ബോധ്യപ്പെടുകയും ചെയ്തു. ഓ, അങ്ങനെയും ചെയ്തോ? പിന്നെ അല്ലാതെ. ബാങ്കുകാരെ അറിയാലോ, ഇത്തരം സന്ദർഭങ്ങളിൽ അവർ ഉണർന്നു പ്രവർത്തിക്കും. ജപ്തി നടപടികളുമായി മുന്നോട്ട് പോവുകയും ചെയ്യും. ആ. ഹ. ഒരു വശത്ത് സമരവും മറുവശത്ത് ജപ്തി ഭീഷണിയുമായി രംഗം കൊഴുക്കുമ്പോ ഞാൻ രംഗത്ത് വരും. ദിനകരൻ എനിക്ക് ചെയ്തു തന്ന സഹായം വളരെ വലുതാ. ബാങ്കുകാരെ ഇളക്കി വിടണമെങ്കിൽ തൊഴിലാളികൾ സമരത്തിനിറങ്ങണം. ദിനകരൻ അതെനിക്ക് ചെയ്തു തന്നു. എന്തിനും ഞാൻ കൂടെയുണ്ട്. ആ, ഇത് തൊഴിലാളികളെ സമരത്തിനിറക്കി വിട്ടതിന് ദിനകരന് ഞാൻ തരുന്ന അഡ്വാൻസ്. കമ്പനി എന്റെ കയ്യിൽ എത്തുന്ന ദിവസം ബാക്കി ഞാൻ പറഞ്ഞ 50 ലക്ഷം നിങ്ങൾക്ക് കിട്ടും. സമ്മതിച്ചു. ദാ, ഇത് വാങ്ങിക്കും. എന്നാ വീണ്ടും കാണാം. ആ ശരി ശരി. കണ്ടില്ലേ നീ, മംഗലശ്ശേരിക്കാരുടെ തകർച്ചയ്ക്കുള്ള ആദ്യ ഡോസ് നമ്മൾ കൊടുത്തു കഴിഞ്ഞു. ആ, ഇനി അവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല. സഞ്ജുവിന് മംഗലശ്ശേരി വീട് വിട്ടിറങ്ങിയാൽ സ്വാതിര വീട്ടിലേക്ക് പോകാനാവില്ല. വലിയ അഭിമാനിയാ സഞ്ജു. ഇനി കാണാൻ പോകുന്നത് സഞ്ജു ബന്ധുക്കളുമായി ഒരു ചെറിയ വാടക വീട്ടിൽ അഭയം തേടുന്നത്. ആ പ്രശ്നത്തിൽ സഞ്ജുവും സ്വാതിയും തമ്മിൽ അകലും. പ്രഭയും കാഞ്ചനയും ഒരിക്കലും മകളെ അങ്ങനൊരു സ്ഥലത്തേക്ക് വിടില്ല. ഇതിനിടയിൽ നമുക്ക് ഭംഗിയായി കളിക്കാം, അവളുടെ കൊച്ചിനെ ഇല്ലാതാക്കുന്നത് വരെ. ആ, ഹലോ. ആ, ഓക്കെ സർ, താങ്ക് യു. ആരാ മാഡം? മംഗലശ്ശേരിയിലേക്ക് ജപ്തി നോട്ടീസുമായി ബാങ്കുകാർ പുറപ്പെട്ടു കഴിഞ്ഞു. ബാങ്ക് മാനേജരാ, എന്തോ പ്രശ്നമുണ്ട്. സർ, ഇങ്ങോട്ടിരിക്കാം. ഇരിക്കാനൊന്നും സമയമില്ല. മിസ്റ്റർ സഞ്ജയ് പണിക്കരെ നേരിട്ട് കണ്ട് സംസാരിക്കാനാണ് ഞങ്ങൾ വന്നത്.
ലോൺ അടവ് എത്ര പെൻഡിംഗ് ഉണ്ടെന്ന് മിസ്റ്റർ സഞ്ജയ് പണിക്കർക്ക് അറിയാലോ. അറിയാം സർ, കുടിശ്ശിക കുറേയുണ്ട്. എന്താ പെൻഡിംഗ് അടച്ചു തീർക്കാത്തത്? കുടുംബത്തിലും ഓഫീസിലും എല്ലാം ഇടയ്ക്ക് കുറേ പ്രശ്നങ്ങളുണ്ടായി. ബിസിനസ്സും കുറച്ച് ഡള്ളായിരുന്നു. അതുകൊണ്ടാ. അതൊക്കെ ഞങ്ങൾക്ക് മനസ്സിലാവും. പക്ഷേ ബാങ്കിൽ നിന്ന് ലോൺ എടുത്താൽ അതൊക്കെ അടച്ചല്ലേ പറ്റൂ. കമ്പനി ഉൾപ്പെടുന്ന പ്രോപ്പർട്ടിയും ഈ വീടും ഉൾപ്പെടെയാണ് ബാങ്ക് ലോണിന് ഈടായിട്ട് തന്നിട്ടുള്ളത്. എത്രയും പെട്ടെന്ന് പെൻഡിംഗ് തുക അടച്ചു തീർക്കുക. ഇല്ലെങ്കിൽ ബാങ്കിന് മറ്റൊന്നും നോക്കാനില്ല, ജപ്തി നടപടിയിലേക്ക് കടക്കേണ്ടി വരും. ബാങ്കിന് കിട്ടാനുള്ള തുക അടയ്ക്കാൻ മറ്റു മാർഗമൊന്നുമില്ലല്ലോ. സർ, എത്രയും വേഗം തുക അടയ്ക്കാനുള്ള ഏർപ്പാട് നോക്കാം. ജപ്തി നടപടികളിലേക്കൊന്നും കടക്കരുത് പ്ലീസ്. എനിക്കിതിൽ പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. ഹെഡ് ഓഫീസിൽ നിന്നുള്ള നിർദ്ദേശം എനിക്കത് നടപ്പാക്കാനേ നിർവാഹമുള്ളൂ. പിന്നെ നിങ്ങൾ ഉടനെ തന്നെ ലോൺ പെൻഡിംഗ് ക്ലോസ് ചെയ്യുന്നത് എങ്ങനെയാ? എന്താ നിങ്ങൾ കരുതിയിരിക്കുന്ന മാർഗം? പറയൂ. അത് കമ്പനിയിൽ പ്രോഫിറ്റ് വന്നാൽ അത് വെച്ച് മാനേജ് ചെയ്യാം. കമ്പനിയിൽ പ്രോഫിറ്റ് വന്നാൽ അത് വെച്ച് മാനേജ് ചെയ്യാം. നന്നായി. അതിന് നിങ്ങളുടെ കമ്പനിയിൽ പൂട്ട് വീണെന്നാണല്ലോ ഞാൻ അറിഞ്ഞത്. എന്തായാലും കുടിശ്ശിക ഒരാഴ്ചയ്ക്കുള്ളിൽ അടച്ചു തീർക്കുക. എങ്കിൽ ജപ്തി നടപടിയിൽ നിന്നും ഒഴിവാക്കും. നിങ്ങൾ ആലോചിച്ചൊരു തീരുമാനം എടുക്കുക. ഓക്കെ, ശരി, നമുക്ക് പോവാം. നീ എന്നെ പിടിക്കണ്ട. എന്താടാ ഇങ്ങനെയൊക്കെയാണോടാ നീ കുടുംബത്തിന് വേണ്ടി ചെയ്തു കൂട്ടിയത്? ഞാൻ എത്ര കഷ്ടപ്പെട്ടുണ്ടാക്കിയതാ ഈ വീട്. ജപ്തിയാണ് പോലും. ഒടുവിൽ ഈ വീട്ടിൽ കിടന്ന് കണ്ണടയ്ക്കാൻ പോലും എനിക്ക് പറ്റുന്നില്ലല്ലോ. ഞാനും എൻ്റെ അമ്മയും ഗർഭിണിയായ ഇവളും തെരുവിലിറങ്ങി തെണ്ടി നടക്കണം. വേണോടാ? നീ പറയേ. കമ്പനി ഭരിച്ച് എല്ലാവരെയും അവസാനം നീ ഈ അവസ്ഥയിലാക്കിയല്ലോടാ. മുത്തശ്ശ, എന്തിനാ അദ്ദേഹത്തെ വഴക്ക് പറയുന്ന? എല്ലാം ഒരാളുടെ പ്ലാനിങ്ങാ. അടിക്കടി ഇത്രയൊക്കെ സംഭവിച്ചപ്പോഴേ എനിക്ക് സംശയം ഉണ്ടായിരുന്നു. അത് ഞാൻ എവിടേക്ക് പോയത്? നീ എവിടേക്കാ പോയത്? എന്താ കാര്യമെന്ന് പറ. മുത്തശ്ശ, അത് ഇതും ആ ദക്ഷമയുടെ പ്ലാനിങ്ങാ. ഇപ്പൊ മനസ്സിലായില്ലേ? വെറുതെ ആരും കുറ്റപ്പെടുത്താൻ നിൽക്കാതെ ഇതിനുള്ള പരിഹാരം എന്താണെന്ന് എല്ലാരും കൂടി ഒന്ന് ആലോചിക്കണം. ആദ്യം ആ ദക്ഷമയോട് ആരെങ്കിലും അനുനയത്തിലൊന്ന് സംസാരിക്കണം. അതിന് പറ്റിയില്ലെങ്കിൽ വേറെ മാർഗം നോക്കണം. അത് അവരോട് ഇങ്ങനെ അനുനയത്തിൽ സംസാരിക്കാൻ ആർക്കാ പറ്റുന്നേ?
പറ്റും. ചേച്ചിയുടെ അച്ഛന് അച്ഛനൊന്ന് വിളിക്ക്, ഞാൻ സംസാരിക്കാം.